നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. പൊതുവിൽ ആദരണീയനായ അഡ്വക്കേറ്റ് ജയശങ്കർക്കും ഒട്ടും ആദരവ് തോന്നാത്ത പ്രമോദ് രാമനും പിന്നെ കെ ഷാഹിനയ്ക്കും ഒരു മറുപടി എന്ന നിലയിലാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഷാഹിനയ്ക്കുള്ള മറുപടി ആദ്യം കൊടുക്കാം. അവർ പറഞ്ഞത്, അവർ പ്രശസ്തയായ പത്രപ്രവർത്തകയാണ്. ഈയിടയ്ക്ക് ന്യൂയോർക്കിൽ വെച്ച് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക അവർക്കൊരു സ്വീകരണം കൊടുക്കുക കൂടി ഉണ്ടായി. അപ്പോൾ അവർ നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള പത്രക്കാരിയാണ്. അപ്പോൾ അവർ പറഞ്ഞത്, ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ അവാർഡ് പരിപാടിയിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിനെ കൂടി ആദരിക്കുന്നു. അത് തെറ്റാണ് എന്ന് മാത്രമല്ല, അതിൽ അവർ പറയുന്നത് ഒരു റേപ്പിസ്റ്റ് നേതൃത്വം കൊടുക്കുന്നതാണ് ആ പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഈ അവാർഡ് മേടിക്കാൻ ആരും പോകരുത് എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അവർ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ 2-3 കാര്യങ്ങളാണ് തോന്നിയത്. റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്ത ഒരാളെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എന്ത് പത്രക്കാരി അതിനെന്ത് തെളിവാണുള്ളത്? ഒരാൾ റേപ്പ് ചെയ്തു എന്നുള്ളതിന് പിന്നെ കോടതി പറഞ്ഞോ? പോലീസ് കേസെടുത്തോ? ഇനി രണ്ടാമത്തെ കാര്യം, അതൊക്കെ പോട്ടെ, ഈ ഒരാൾ റേപ്പിസ്റ്റ് ആണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടെ പോലീസും കോടതികളും ഒന്നും ഇല്ലേ? ഇതെന്നാ വെള്ളരിക്ക പട്ടണമാണോ? അതായത് റേപ്പ് കേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ നമുക്കറിയാം, ആനന്ദ് ജോൺ ഫാഷൻ ഡിസൈനർ 59 വർഷമാണ് അകത്ത് കിടക്കുന്നത്. ഈയിടയ്ക്ക് ട്രംപ് റേപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മുടെ ABC-യിൽ സ്റ്റെഫനോ പൗലോസ് പറയുകയുണ്ടായി. അതിനെതിരെ ട്രംപ് കൊണ്ടുപോയി കേസ് കൊടുത്തു. 16 മില്യൺ കൊടുത്താണ് ABC ആ കേസ് സെറ്റിൽ ചെയ്തത്. അവർ ഒന്നിനും പോയില്ല, ആവശ്യമില്ലാത്ത പറഞ്ഞത്. അപ്പോൾ ഒരാൾക്കെതിരെ റേപ്പിസ്റ്റ് എന്നുള്ള വാക്കൊന്നും ഒരു പത്രക്കാരനും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഈ സംഭവം, ഇതിൻ്റെ വിവാദത്തെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നയാളോ സെക്രട്ടറിയോ പ്രസിഡന്റോ എന്തോ, അദ്ദേഹം മുമ്പെങ്ങോ ഇങ്ങനെ ഒരു ഈ വനിതകളെ ഉപദ്രവിച്ചതിന് ആക്ഷേപിക്കപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. അതിനപ്പുറം കേസോ ബുക്കാറോ ഒക്കെ ഉണ്ടായോ എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് വലിയ വിവരമില്ല. വാസ്തവം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ റേപ്പോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമര്യാദയായിട്ട് അവരോട് പെരുമാറിയാൽ പോലും കേസെടുക്കുകയും ശിക്ഷിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത്. അതാണ് സംസ്കാര സമ്പന്നമായ ഒരു രാജ്യത്ത് നടക്കുന്നത്. അപ്പം അതൊന്നും നടക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ എന്ത് സംസ്കാരമുള്ളത്? നിങ്ങൾ ഈ പത്രക്കാർ പിന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും ഹീനനായ ഒരു വ്യക്തിയെ പിന്നെയും ഈ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അത് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന സൂക്ഷിച്ചു വേണം. ഞങ്ങളൊക്കെ സൂക്ഷിച്ചേ പത്രപ്രവർത്തനം നടത്താറുള്ളൂ. പ്രധാനമായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്, കോവിഡ് കാലത്ത് ഒരു സ്ത്രീ മരിച്ചു, പ്രായമുള്ള ഒരു സ്ത്രീ, കോവിഡ് മൂലം. അവരുടെ സഹോദരനാണ് പറഞ്ഞത് ഇവർ മരിച്ചു, അതിൻ്റെ വിവരം തന്നത്. പിറ്റേ ദിവസം അവരുടെ മകൻ വിളിച്ചിട്ട് വിരട്ടി. കാരണം ആ വാർത്ത തരാനായിട്ട് അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, അതായത് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് മാത്രമാണ് ആ വാർത്ത കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും ആ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലെങ്കിൽ മക്കൾക്ക്. അല്ലാതെ വേറൊരാൾക്ക് അത് കൊടുക്കാനുള്ള അവകാശം പോലും ഇല്ല. ആ വാർത്ത നമുക്ക് പിൻവലിക്കേണ്ടി വന്നു. കാരണം സത്യമാണത്. ഭാര്യ മരിച്ചു എന്നുള്ളത് ഭർത്താവാണ് പറയേണ്ടത്. അല്ലാതെ നാട്ടുകാർ സഹോദരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഹോദരൻ അതിനൊരു ലീഗൽ ജസ്റ്റിഫിക്കേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പം അതാണ് ഈ ശരിക്കുള്ള പത്രപ്രവർത്തകരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള വാക്കുകളും പദപ്രയോഗങ്ങളും ഒക്കെ നടത്താറുള്ളൂ. അതുകൊണ്ട് റേപ്പിസ്റ്റ് എന്ന മറ്റൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. അത് അങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ ആനന്ദ് ജോൺ റേപ്പിസ്റ്റ് അല്ലെങ്കിൽ റേപ്പ് കേസിൽ പെട്ടയാൾ എന്ന് നമുക്ക് ഉപയോഗിക്കാം. കാരണം അങ്ങനെ അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്, ശിക്ഷിക്കപ്പെട്ട കാര്യമാണ്. അല്ലാതെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ മാത്രം അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങേരുടെ റേപ്പ് കേസിനെ പറ്റി ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അമേരിക്കയിൽ ഇരിക്കുന്ന ആളുകളാണ്. മികച്ച ഒരു പ്രസ് ക്ലബിന് ഒരു അവാർഡ് കൊടുക്കണം, കാരണം ഈ പ്രസ് ക്ലബ്ബുകളൊക്കെ ആയിട്ടൊരു ബന്ധം സ്ഥാപിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അതിലുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ പ്രസ് ക്ലബിനാണ് അവാർഡ്, അല്ലാതെ അവിടെയുള്ള വ്യക്തികൾക്കല്ല അവാർഡ്, അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട്, അപാകതയുള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഇന്ന ആളായതുകൊണ്ട് അവിടെ ആ പ്രസ് ക്ലബിന് കൊടുക്കുന്ന അവാർഡ് സ്വീകരിക്കരുത്, ആ പ്രസ് ക്ലബിന് അവാർഡ് കൊടുക്കുന്നത് കൊണ്ട് മറ്റ് അവാർഡുകൾ സ്വീകരിക്കരുത് എന്ന് പറയുന്നതിൽ എന്താ ന്യായമെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് ഖേദകരമായിപ്പോയി. കാരണം ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾ വിദൂരത്തിലുള്ളവരാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ പൊളിറ്റിക്സും ഇവിടുത്തെ വിവാദങ്ങളും ഒന്നും അത്രയധികം അറിഞ്ഞുകൂടാ. ഇനി അറിയാമെങ്കിൽ തന്നെ നമുക്കിതിൽ ഇടപെടാൻ താല്പര്യവുമില്ല. ഞങ്ങൾക്കിതിൽ ഒരു കാര്യമോ താല്പര്യമോ ഉള്ള വിഷയമല്ല ഇത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇങ്ങനെയുള്ള ഒരു സൗമനസ്യം നമ്മളോട് കാണിക്കേണ്ടതുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്, ഈ പ്രസ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഇതുവരെ ആരും കേട്ടിട്ടില്ല, അതുകൊണ്ട് അവർ അവാർഡ് കൊടുക്കാൻ വരുന്ന ഇവിടെ
പിന്നെ വലിയ പബ്ലിസിറ്റി നേടാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം ഈ ഇന്ത്യ പ്രസ് ക്ലബ്ബ് സ്ഥാപിതമായിട്ട് ഏതാണ്ട് 20-22 വർഷമായി. അത് പിന്നെ വളരെ നല്ല രീതിയിൽ നടക്കുന്നതാണ്. ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ മാധ്യമശ്രീ അവാർഡ് മന്ത്രി വീണ ജോർജ് അടക്കം, മന്ത്രി വീണ ജോർജ്, ജോൺ ബ്രിട്ടാസ്, ജോണി ലൂക്കോസ്, പിന്നെ മനോരമയുടെ ഡി വിജയമോഹൻ, ആദ്യമേ കൊടുത്തത് NB രാജേന്ദ്രൻ മാതൃഭൂമിയുടെ, ഇങ്ങനെ അതുപോലെ തന്നെ പിന്നെ KNR നമ്പൂതിരി, ഇങ്ങനെ ധാരാളം പേർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുകയുണ്ടായി. ഇവരിൽ പലരും അമേരിക്കയിൽ വരികയും ചെയ്തതാണ്. നമ്മുടെ ആതിഥ്യം സ്വീകരിക്കുകയും നമ്മുടെ വലിയ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തവരാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും. അപ്പോൾ ആ മാധ്യമ പ്രവർത്തകരോടൊന്ന് ചോദിച്ചാൽ മതി ഇന്ത്യ പ്രസ് ക്ലബിനെ അറിയുമോ എന്ന്. അത് അഡ്വക്കേറ്റ് ജയശങ്കർ ഒന്ന് ചെയ്യേണ്ടതാണ്. കുറച്ചുകൂടി ഒരു റിസർച്ച് ചെയ്തിട്ട് വേണം ഇത്, അല്ലെ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് വേണമായിരുന്നു ആ പിന്നെ വിമർശനം ഉന്നയിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ അവാർഡ് കൊടുക്കുന്നു പറഞ്ഞാൽ ഒരു ഫലകമല്ല, നമ്മൾ പൈസയും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ വെറുതെ ഒരു ഫലകം കൊടുക്കാനായിട്ട് വരുന്നവരല്ല, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് വരുന്നവരല്ല. നമുക്കതിൻ്റേതായ എല്ലാ അവാർഡുകൾക്കും ക്യാഷ് അവാർഡുമുണ്ട്. അവർ ആദരിക്കുന്നു, ഇവിടുത്തെ മാധ്യമങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ഇത്രയൊക്കെ മാത്രമേ നമുക്ക് ഉദ്ദേശമുള്ളൂ. ഇതിൽ ഞങ്ങൾക്ക് പബ്ലിസിറ്റി ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്കൊന്നും ഇവിടുത്തെ പബ്ലിസിറ്റി കിട്ടുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം? ഇനി ഇതിനെപ്പറ്റി അറിയത്തില്ല എന്ന് ജയശങ്കർ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ഞങ്ങൾ ഇങ്ങനെ കാര്യപ്പെട്ടൊരു പ്രസ് ക്ലബ്ബായിട്ട് ഞങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചില അണ്ണാച്ചിമാർ വേറൊരു പ്രസ് ക്ലബ്ബ് ഉണ്ടാക്കി കുറേ വർഷം മുമ്പ്. അതിൽ ആളൊന്നുമില്ല, കാര്യപ്പെട്ട ആളുകളൊന്നുമില്ല. ആ പ്രസ് ക്ലബ്ബുകാർ ജയശങ്കറിനെ ന്യൂയോർക്കിലെ കണക്റ്റിക്കറ്റിലാണെന്ന് തോന്നുന്നു ഒരു സമ്മേളനത്തിലേക്ക് വിളിച്ചു. അദ്ദേഹം അവിടെ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ സമ്മേളനത്തിന് ആളൊന്നുമില്ല. കാരണം ആൾ വരണമെങ്കിൽ ഇന്ത്യ പ്രസ് ക്ലബ്ബിൽ അത് നടത്തുന്ന സമ്മേളനത്തിൽ ജനങ്ങൾ വരും. മറ്റിടത്ത് ആളൊന്നുമില്ലായിരുന്നു. അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ എന്തായാലും ഞങ്ങൾ കൊണ്ടുവരേണ്ടതായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ മറ്റവർ കൊണ്ടുവന്നു. ആരും കേൾക്കാതെ അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്തു. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ വന്ന ഒരാൾക്ക് ഇന്ത്യ പ്രസ് ക്ലബിനെ പറ്റി അറിയില്ല എന്ന് പറയണ്ട. അത് ശരിയല്ല, പറഞ്ഞത് ഒട്ടും ശരിയല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യമാണ്. ഈ സംഘടന 20 വർഷത്തിലേറെ 22 വർഷമായിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു ഞാൻ. നമ്മൾ ഒക്കെ പത്രപ്രവർത്തനവും തരികിടകളും എല്ലാം കാണിച്ചും വളർന്നും വന്ന ആളുകളാണ്. അതുകൊണ്ട് പിന്നെ അറിയില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മാധ്യമങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടുത്തെ പബ്ലിസിറ്റി കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഇവിടെ വന്ന് ഞങ്ങളുടെ പൈസ കൊടുത്ത് ഞങ്ങളിവിടെ ഉള്ളവരെ ആദരിക്കുകയും ഇവിടെ ഉള്ളവർക്ക് പൈസ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഒന്നും തന്നെ ഇല്ല. ഇവിടെ കേരളവുമായിട്ടൊരു ബന്ധം നിലനിർത്തണം എന്നല്ല. ഈ അവാർഡിൻ്റെയൊക്കെ പിന്നിലെ ഒരു ചരിത്രം ജയശങ്കറും മറ്റുള്ളവരും അറിയേണ്ട കാര്യമുണ്ട്. അതായത് അവാർഡ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ അത് 10-20 വർഷം മുമ്പത്തെ കാര്യമാണ്. അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാര്യം അന്ന് അമേരിക്കയെ പറ്റി തെറ്റായ വാർത്തകളാണ് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും ഒരു അമേരിക്ക വിരുദ്ധത കേരളത്തിൽ എന്നും ഉണ്ടല്ലോ. ഇടതുപക്ഷക്കാരെല്ലാം അമേരിക്കയെ എതിർക്കുന്നവരും വെറുക്കുന്നവരും ആയിക്കോട്ടെ, അതിന് നമുക്ക് വിരോധവുമില്ല. പക്ഷേ അമേരിക്കയിലെ കാര്യങ്ങൾ തെറ്റായി കൊടുക്കുന്നു. അമേരിക്കയിലെ ഇപ്പം ഒഹായോ എന്നുള്ള സ്റ്റേറ്റിനെ പറ്റി ഓഹിയോ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ സ്നോയെ പറ്റി പറയുന്നു. ഇപ്പം 2 അടി ഒക്കെ സ്നോ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ന്യൂയോർക്കിലും ചിക്കാഗോയിലും ഒക്കെ പെയ്യുന്ന സമയമാണ്. മൈനസാണ് അവിടുത്തെ ചൂടിപ്പം. അപ്പം വീടിൻ്റെ അകത്തുനിന്ന് പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ചൂടും അതിന് പ്രത്യേക സംവിധാനമില്ലാതെ അങ്ങനെയുള്ള പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഈ വിമർശനമൊന്നും ഞങ്ങളെ ഏശിയല്ല. കാരണം ഇതിനേക്കാൾ വലിയ തീവ്രമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അതിൽ നമ്മൾ തീരുമാനിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ സ്നോ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളവരെന്താ നേരിയ മഞ്ഞ്, ഞാനിത് ഈയിടയ്ക്കും ഒന്ന് പറഞ്ഞതാണ്, അതൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നേരിയ മഞ്ഞിൻ അല്ലെങ്കിൽ മൂടൽമഞ്ഞ്, ഇങ്ങനെയൊക്കെ MDയുടെ മഞ്ഞ്, ഇതൊക്കെയാണ് സാധാരണ ആളുകളുടെ മനസ്സിലുണ്ടാവുക കേരളത്തിൽ. കാരണം ഈ കടുത്ത ചൂടിൻ്റെ ഇടയിൽ മഞ്ഞെന്ന് പറഞ്ഞാൽ അതാണ് കേരളത്തിൻ്റെ ഒരു സങ്കല്പം. നേരെ മറിച്ച് 2 അടി ഉയരത്തിൽ മഞ്ഞ് പെയ്ത് കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇറങ്ങി നടക്കേണ്ടി വരുന്നു, ആ മഞ്ഞ് നീക്കം ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിലൂടെ വണ്ടി ഓടിക്കേണ്ടി വരുന്നു. കണ്ണാടി പോലെ കിടക്കുന്ന ഐസ്, അത് വണ്ടി അങ്ങ് കയറി കഴിഞ്ഞാൽ വണ്ടി അങ്ങ് തെന്നിപ്പോവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി അത്ര ധാരണയില്ല. അപ്പോൾ അവരവിടെ വരികയും അവിടെ വന്നിത് നേരിട്ട് കാണുകയും അമേരിക്കയെ പറ്റി ശരിയായ ഒരു ധാരണ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ അവാർഡ് പരിപാടി തുടങ്ങിയത് തന്നെ. പിന്നീട് അതിനൊരു മാറ്റം വരുത്തിയതിൻ്റെ കാര്യം, ആളുകളുടെ ആദ്യത്തെ നമ്മൾ അവാർഡ് ജേതാവ് NB രാജേന്ദ്രനെ നമ്മൾ അമേരിക്കയിൽ കൊണ്ടുപോവുകയും ചെയ്തതാണ്. അമേരിക്കയിൽ കൊണ്ടുപോയി വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോവുകയും ചെയ്തതാണ്. പിന്നീട് നമ്മളത് അതിനൊരു അമേരിക്കയിൽ കൊണ്ടുപോകുന്നതിനുള്ള കുറേ ഏറെ ബുദ്ധിമുട്ടുകൾ, ആളുകളെ കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതിനേക്കാളുപരി
ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് വിസ കിട്ടാനായിട്ട് വലിയ പ്രയാസമില്ല. ഇപ്പോഴും മിക്കവാറും എല്ലാ ചാനലുകൾക്കും അവിടെ പ്രതിനിധികളുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ അവിടുന്നുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇവിടെ കിട്ടുന്നതിന് വലിയ പ്രയാസമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നു. അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ ആളുകളെ അവിടെ കൊണ്ടുവന്ന പരിപാടി നിർത്തിവെച്ചത്. അതിന് പകരമാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്ന കാര്യം നിർത്തേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അത് ഇവിടെ വെച്ച് നടത്തുന്നതും. നമ്മുടെ രണ്ട് വർഷത്തിലൊരിക്കൽ നമ്മൾ നടത്തുന്ന സമ്മേളനത്തിൽ ഇവിടുന്ന് ഒട്ടേറെ പത്രക്കാർ, കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് 8-10 പത്രക്കാരാണ് അവിടെ വന്നിരുന്നത്. മിക്കവാറും എല്ലാ പത്രങ്ങളിൽ നിന്നും എല്ലാ മീഡിയകളിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഒരു പ്രാവശ്യമല്ല അല്ലെങ്കിൽ പല പ്രാവശ്യം അവിടെ വരികയും ഞങ്ങളുടെ അതിഥികളായിട്ട് താമസിക്കുന്നത് മാത്രമല്ല അവരിൽ നിന്ന് ഏറെ കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുകയും ചെയ്തു. കാരണം ഞങ്ങളൊക്കെ ചെറുകിട പത്രക്കാരാണ്. ഇവിടെയുള്ളവർ സജീവമായ പത്രപ്രവർത്തനം നടത്തുന്നവരാണ്. അപ്പോൾ അവരിൽ നിന്ന് പലതും പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളും മറ്റും നടത്തുന്നതും ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വസ്തുതകൾ. അത് ജയശങ്കർ സാർ ഒന്നും മനസ്സിലാക്കിയില്ലേലും കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതുകൊണ്ടും ഈ വിവാദങ്ങൾ കൊണ്ടോ എതിർപ്പുകൾ കൊണ്ടോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല താനും. ഇനി അടുത്തത് പ്രമോദ് രാമനെ പറ്റിയാണ്. അദ്ദേഹം മീഡിയ 1 എന്ന് പറഞ്ഞ ചാനലിൻ്റെ മൗദൂദി ചാനൽ എന്ന് പറഞ്ഞ മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ, അദ്ദേഹത്തെ പറ്റി പറയുന്നതാണ്. അദ്ദേഹം ഈ ജനാധിപത്യമൊന്നും അവർക്ക് പറ്റിയതല്ല, അവർ ആ മതരാഷ്ട്രം വരണം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതിനെ ഈ ജയശങ്കറൊക്കെ അതിശക്തമായിട്ട് എതിർക്കുന്ന ആളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ. അപ്പോൾ നമ്മളും എതിർക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞതാണ് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നുന്നത്. ഗാസായിലെ കുട്ടികൾ മരിച്ചു വീഴുന്നു, അവിടെ നടക്കുന്ന അതിക്രമങ്ങൾ. ആ അതിക്രമങ്ങൾ ഒക്കെ നടക്കുമ്പോൾ അതിനെയൊക്കെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ആളുകൾക്കൊക്കെ അവാർഡ് കൊടുക്കുന്നതിനാൽ, അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളായതിനാൽ ഈ അവാർഡ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ സാറേ, ഞങ്ങൾക്ക് ഗാസായുമായിട്ട് ഒരു ബന്ധവുമില്ല. ഗാസായിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആക്രമിക്കപ്പെടുന്നതിൽ അതിലും ഞങ്ങൾക്ക് വിഷമമുണ്ട്. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ അതിലും വിഷമമുണ്ട്. ഇനി ഇസ്രായേൽ ഏത് സമയത്തും കടന്നു കയറി ആക്രമിക്കാം, ഇസ്രായേലുകളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാം എന്നൊരു തിയറിയാണ് ഇവിടെ ഒരു മഹാനായ ഒരു ഇടതുപക്ഷക്കാരൻ ഇവിടെ കൊച്ചിയിൽ പറഞ്ഞത്. അതായത് ഏത് സമയത്തും 75 വർഷമായി ഒരു രാജ്യം നിലനിൽക്കുന്നു, ആ രാജ്യത്ത് കടന്നു കയറി എപ്പോൾ വേണമെങ്കിലും കൊല്ലാം, ആളുകളെ ഇസ്രായേലികളെ കൊല്ലാം, അതിന് ഒരു തെറ്റുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ആക്രമണം ഒട്ടും തെറ്റല്ലായിരുന്നു. 1200 പേര് പാട്ട് കേട്ടിരുന്ന 1200 പേരെ കൊന്നു. അതുപോലെ തന്നെ 300 പേരെ പിടിച്ചുകൊണ്ടുപോയി. അവർ പലരും ഇനിയും വിട്ടുകിട്ടാറുണ്ട്. അതൊന്നും ഒരു തെറ്റല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞത്. വളരെ ഖേദകരമായിട്ട് തോന്നി. 75 വർഷമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പാകിസ്ഥാൻ ഇന്ത്യയോട് ഇത് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ പാകിസ്ഥാനെ വെറുതെ വിടുമായിരുന്നോ? അപ്പം അത് തന്നെയാണ് ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തവരാണ്. അത് മറന്നു പോകുന്നു. രണ്ടാമത്, ഈ യഹൂദന്മാരുടെ രാജ്യമായിരുന്നു ഇസ്രായേൽ എന്നുള്ളത് സകല ചരിത്രത്തിലുമുള്ള കാര്യമാണ്. നമ്മളെന്തിനാണ് സത്യം പറയാതിരിക്കുന്നത്? ഖുറാനിലും പറയുന്ന കാര്യമാണ്. പിന്നീടാണ് മുസ്ലിങ്ങളും ഒക്കെ യഹൂദരെ അവിടെ നാട്ടി ഓടിച്ചപ്പോഴാണ് അത് അവരുടെ കയ്യിലിരിപ്പുണ്ടും കൂടി ആണ് എന്നുള്ളത് വേറൊരു കാര്യം. അതിനുശേഷമാണ് മുസ്ലിങ്ങൾ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്, അല്ല അവിടെ ജീവിക്കാൻ ആരംഭിക്കുന്നത് എന്ന് കരുതി അവിടെ 10,500 വർഷമായിട്ട് ജീവിക്കുന്ന ആളുകളെ അടിച്ചോടിച്ചിട്ട് അവിടെ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുന്നത് അതും ശരിയല്ല, ഓഫ് കോഴ്സ് ശരിയല്ല. പക്ഷേ ഇപ്പം 75 വർഷമായിട്ടൊരു രാജ്യം അവിടെ ഉണ്ട്. അപ്പോൾ ആ രാജ്യത്ത് കടന്നു കയറി ആക്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഈ ഹാമാസിനൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ യഹൂദരുടെ അവരുടെ അവകാശത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ബൈബിളിലുണ്ട്, ഖുറാനിലുണ്ട്. അതിനു പുറമെ ഈ 3500 വർഷം മുമ്പ് എഴുതിയ സങ്കീർത്തനങ്ങളിൽ ബൈബിളിലെ പഴയ നിയമത്തിലുള്ളതാണ്. അതിനെപ്പറ്റി പറയുന്നത് എന്താണ്? ജെറുസലേമി നിന്നെ മറന്നു കഴിഞ്ഞാൽ എൻ്റെ വലത് കൈ എൻ്റെ ഇടത് കൈയെ മറന്നു പോകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് വികാരപരമായ ബന്ധമാണ് അവർക്കവിടെ ഉള്ളത്. അപ്പോൾ അവരുകൂടി അവിടെ ജീവിച്ചോട്ടെ, അവരുടെ ഒപ്പം. ചെറിയ രാജ്യമാണ്, 90 ലക്ഷം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു ജില്ലയുടെ അത്ര മാത്രമേ ഉള്ളൂ ജനങ്ങൾ. അതും കേരളത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു രാജ്യം. അവർക്കിവിടെ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരെ അവിടെ നിന്ന് മുച്ചൂടും മുടിപ്പിച്ചിട്ട് അവരെ എല്ലാവരും തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ജീവിക്കുന്നതാണ് ഹമാസും ഹിസ്ബുള്ളയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനെ അനുകൂലിച്ചാണ് ഇവിടെ കേരളത്തിലൊക്കെ പലരും ഗുവാ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലപാട്
ഈ ഒത്തൊരുമയോട് ജീവിക്കുകയും സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെ കഴിയുകയും ചെയ്യുന്ന ഒരു തത്വശാസ്ത്രം വരേണ്ടതല്ലേ? നമ്മൾ ഈ പിന്നെ നമ്മൾ ഈ പിന്നെ വെറുപ്പിൻ്റെയും അക്രമത്തിൻ്റെയും തത്വശാസ്ത്രങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ മതിയോ? എന്തായാലും ഈ ഗാസായുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. പ്രമോദ് രാമൻ അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ സാധുക്കളാ. ഞങ്ങളൊക്കെ അവിടെ ഡോളർ പറിക്കാൻ പോയി എന്നാണ് പലരും ആക്ഷേപിക്കാറുള്ളത്. അവിടെ ഡോളറൊന്നും അങ്ങനെ പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. അമിതമായിട്ട് കഷ്ടപ്പെട്ടാൽ വല്ല 4 ചക്രമൊക്കെ ഉണ്ടാകും, ചിലർക്ക് കുറച്ച് കൂടുതലുണ്ടാകും. അത്രയേ ഉള്ളൂ, ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ഞങ്ങളാരും ഈ ഗാസായിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോയിട്ടില്ല, പോകണമെന്ന് നമുക്ക് ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഗാസായിലെ മനുഷ്യർ വിഷമിക്കുന്നതിൽ പിന്നെ വേദനിക്കുന്നതിൽ ഞങ്ങളും വേദനിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യവുമാണ്. പക്ഷേ ഇതൊക്കെ ഒരു കാരണമാണോ? നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിന് ഒരു പിന്നെ പ്രസ് ക്ലബ്ബ് പോലെയുള്ള ഒരു നോൺ പൊളിറ്റിക്കൽ യാതൊരുവിധ അജണ്ടയും ഇല്ലാത്തൊരു സ്ഥാപനം, അത് പറയുമ്പോൾ ഞങ്ങളൊക്കെ അമേരിക്കയിൽ ഈ പഴയ കാലത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നോ ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. എല്ലാ ജാതിയോ മതമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒന്നും ഭിന്നത ഉണ്ടാക്കാതെ എല്ലാവരും സൗഹൃദത്തിൽ ജീവിക്കുന്ന, എല്ലാ ആഘോഷങ്ങളും സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന, എല്ലാവരുടെയും ആഘോഷങ്ങൾ സന്തോഷപൂർവ്വം കൊണ്ടാടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആ ഒരു പഴയ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ ഞങ്ങളെ ഒക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുന്നത് ഖേദകരമായി പോയി എന്ന് തെര്യപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് മാറ്റേണ്ടതില്ല. ഞങ്ങളുടെ നിലപാടും മാറ്റാൻ പോകുന്നുമില്ല.